ട്രെയിനിന്റെ കണക്കാണ്, നമുക്കൊന്ന് വരയ്ക്കാം. ആദ്യം ഒരു ട്രെയിനിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ട്രെയിനിന്റെ നീളം 400 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസ് ക്രോസ് എ ട്രെയിൻ ഓഫ് ലെങ്ത് 300 മീറ്റർ. ഇത് 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനെ ക്രോസ് ചെയ്ത് പോകുന്നു അല്ലെ. ഇതിന്റെ സ്പീഡ് 60 km/h ആണെന്നും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിന്റെ ഒരു സാരാംശം ഞാൻ ഇങ്ങനെ വരച്ച് കാണിക്കാം. ടൈം 15 സെക്കൻഡ്. ഇതാണ് മക്കളെ ഈ ചോദ്യത്തിന്റെ ഒരു ബ്രീഫ്. അതായത് ഒരു ട്രെയിൻ അതിന്റെ നീളം 400 മീറ്റർ, മറ്റൊരു ട്രെയിൻ അതിന്റെ നീളം 300 മീറ്റർ, അതിന്റെ വേഗത 60 km/h. ഇവർ തമ്മിൽ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് പോകാൻ 15 സെക്കൻഡ് എടുത്തു. എങ്കിൽ ചോദ്യം, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദി ലോങ്ങർ ട്രെയിൻ ഇൻ km/h? ഈ ലോങ്ങർ നീളം കൂടിയ ഈ ട്രെയിനിന്റെ സ്പീഡ് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഈ ട്രെയിനിന്റെ സ്പീഡ് ഓക്കെ എത്ര എന്നാണ് ചോദ്യം. സ്പീഡ് ഓഫ് ലോങ്ങർ ട്രെയിൻ എൽ എന്ന് കൊടുക്കുക, ലോങ്ങർ എന്നുള്ള അർത്ഥത്തിൽ. അതാണ് ചോദ്യം. അപ്പൊ സാഹചര്യം ക്ലിയർ അല്ലേ മക്കളെ? ഒരു ട്രെയിൻ നീളം 400, മറ്റൊരു ട്രെയിൻ നീളം 300, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു. ഇതിന്റെ വേഗത 60 km/h. ഇതിന്റെ സ്പീഡ് ഓഫ് ലോങ്ങർ ട്രെയിൻ അറിയില്ല, കടന്നു പോകാൻ 15 സെക്കൻഡ് എടുത്തു എന്നറിയാം. ഓക്കെ, നമുക്കറിയാം ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് അല്ലേ, സ്പീഡ് ഓഫ് ലോങ്ങർ ട്രെയിൻ ആണോ? അപ്പൊ സ്പീഡ് കാണാൻ ചോദിച്ചാൽ നമുക്കറിയാം ആകെ കയ്യിലുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളതാണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, നിങ്ങൾ പറ, ഈ ഒരു ട്രെയിന് മറ്റൊരു ട്രെയിനെ കടന്നു പോകുമ്പോൾ അവിടെ ആകെ സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം രണ്ടിന്റെയും കൂടെ നീളമല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് എന്നിടത്ത് നമ്മൾ കൊടുക്കേണ്ടത് രണ്ടിന്റെയും കൂടെ നീളമാണ്. 400 + 300 700 മീറ്റർ ആണ് രണ്ടിന്റെയും കൂടെ നീളം. ശരിയാണോ? ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനെ പാസ് ചെയ്ത് പോകുമ്പോൾ സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം രണ്ടിന്റെയും കൂടെ നീളമാണ്. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് ആയിട്ട് കൊടുക്കേണ്ടത് 700 മീറ്റർ ആണ്. ബൈ ടൈമോ മക്കളെ 15 സെക്കൻഡ്. ശരിയല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 700/15 മീറ്റർ/സെക്കൻഡ് ആണ്. ഇനി മീറ്റർ/സെക്കൻഡ് കിട്ടിയിട്ട് കാര്യമില്ല, ഇതൊക്കെ km/hലാണല്ലോ. അതുകൊണ്ട് ഇതിനെ km/hലേക്ക് മാറ്റണം. അപ്പൊ 700/15 × 18/5 ആണോ? ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും മക്കളെ? നമ്മൾ വെട്ടിച്ചെറുതാക്കി സോൾവ് ചെയ്യാനാണെങ്കിൽ യെസ്, നമുക്ക് 5 വെച്ച് വെട്ടുമ്പോൾ ഇത് 3 തവണ, 5 വെച്ച് വെട്ടുമ്പോൾ ഇത് 140 തവണ അല്ലെ. വീണ്ടും ഇതിനെ 5 വെച്ച് വെട്ടുവാണെങ്കിൽ ഇത് 28 തവണ, ഇത് 6 തവണ അല്ലേ? ശരി, 28 × 6 നമുക്ക് കിട്ടുന്നത് 168 km/h എന്നാണ്. അപ്പൊ എനിക്ക് ഈ ചോദ്യത്തിൽ സ്പീഡ് 168 km/h എന്ന് കിട്ടി. ഇനി രണ്ട് ട്രെയിൻ മൂവ് ചെയ്യുന്ന കേസിൽ, ക്രോസ് ചെയ്യുന്ന കേസിൽ സ്പീഡ് ആയിട്ട് എടുക്കേണ്ടത് എപ്പോഴും റിലേറ്റീവ് സ്പീഡ് ആയിരിക്കും. അപ്പൊ സ്പീഡ് 168 എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ റിലേറ്റീവ് സ്പീഡ് 168 km/h ആണ് എന്നതാണ്. റിലേറ്റീവ് സ്പീഡ് 168 km/h ആണ് എന്നതാണ് ഇവിടുത്തെ അർത്ഥം. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നതിന്റെ റിലേറ്റീവ് സ്പീഡ് കാണാൻ രണ്ടും കൂടെ കൂട്ടണം. അപ്പൊ സ്പീഡ് ഓഫ് ലോങ്ങർ ട്രെയിൻ പ്ലസ് 60 എന്ന് പറയുന്നതാണ് 168. അതിൽ നിന്ന് സ്പീഡ് ഓഫ് ലോങ്ങർ ട്രെയിൻ 168 - 60 = 108 km/h എന്ന് കിട്ടും മക്കളെ. സോ ആൻസർ നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്.